കളിയാക്കി ചിരിച്ചാലോ അല്ലെങ്കിൽ 100 പേരെ ഒറ്റപ്പെടുത്തി എന്നൊക്കെ പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം അഭിലാഷാണ് ഇത്രയധികം വഷളാക്കിയതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമ്മാതിരി ഒച്ചയാണ് രേണുസുതിക്ക് നേരെ അഭിലാഷ് എടുക്കുന്നത്. ഇങ്ങനൊരു കാര്യത്തിന് ഇത്രമാത്രം ഷോ ഇറക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇവിടെ രേണുസുതിക്ക് ഒരു തലവേദന തോന്നി, കുറച്ചു നേരം കിടന്നു. അതിനെതിരെയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യുന്നത്. ഒന്ന് കിടന്നപ്പോഴത്തേക്ക് നിന്റെ തലവേദന മാറിയോ, ഇത് ഫേക്കാണ് എന്നിങ്ങനെയുള്ള രീതിയിലാണ് അഭിലാഷ് പറയുന്നത്. അതും നേരെ ചൊവ്വനെ ചോദിക്കുന്നത് പോലെയല്ല, ഭയങ്കരമായിട്ട് കയർത്താണ് സംസാരിക്കുന്നത്. വാ പൊളിച്ച് ഒച്ചയിടുകയാണെന്ന് തന്നെ പറയാം. ഈ ഒരു കാര്യത്തിന് ഇത്രയധികം ഷോ ഇറക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. അഭിലാഷ് ഇൻട്രോയിൽ പറയുന്നുണ്ടായിരുന്നു എനിക്ക് കുറച്ച് ദേഷ്യം കൂടുതലുള്ള കൂട്ടത്തിലാണെന്ന്. ഇതേപോലെ വാ പൊളിച്ച് കീറാനുള്ള ദേഷ്യമായിരുന്നു എന്നുണ്ടെങ്കിൽ അത് വീട്ടിൽ വെച്ചിട്ട് ബിഗ് ബോസ് ഹൗസിലേക്ക് വരുന്നതായിരുന്നു നല്ലത്. അതുപോലെ തന്നെ ശരത്തും പറയുന്നുണ്ട്, ചുമ്മാ ഒന്ന് കിടക്കാൻ വേണ്ടിയിട്ട്, ഇപ്പോൾ വെറുതെ ഇരിക്കാൻ വേണ്ടിയിട്ട്, പണിയൊന്നും എടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് അഭിനയിച്ചതാണെന്നുള്ള രീതിയിലാണ് ശരത്തും പറയുന്നത്. ഈ ഒരു രംഗം തണുപ്പിക്കാനാണെന്ന് തോന്നുന്നു. അക്ബർ ഖാൻ അവിടെ നിന്ന് വിളിച്ചു പറയുന്നുണ്ട്, മെഡിക്കൽ മിറാക്കിൾ എന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും ഒക്കെ വന്ന് പിടിച്ചു മാറ്റി ആ ഒരു വഴക്ക് ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട്. കണ്ടോ, അഭിലാഷങ്ങ് കാറി കരഞ്ഞാണങ്ങ് ഒച്ചയിടുന്നത്. എന്തിനാണ് ഇതിന് വേണ്ടിയിട്ട് ഒരു ഒച്ചയിടുന്നത്? ഇപ്പോൾ രേണുസുതിക്ക് തലവേദന ഉണ്ടായി, അപ്പം അത് ഇത് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് നമുക്ക് ചോദിക്കാം. അതിന് ഇത്രയധികം ഒച്ചയിടേണ്ട ആവശ്യമുണ്ടോ? അതേപോലെ തന്നെ അഭിലാഷ് പോയിട്ട് ക്യാപ്റ്റനോട് ചോദിക്കുന്നുണ്ട്, ക്യാപ്റ്റനായത് അനീഷാണല്ലോ, അനീഷിനോട് ചോദിക്കുന്നുണ്ട്, രേണുസുതിയുടെ തലവേദനയുടെ കാര്യം മാത്രമാണോ നിങ്ങൾ നോക്കുന്നുള്ളൂ, ഷാനവാസിന് തലവേദന ഉണ്ടെന്ന് പറഞ്ഞല്ലോ എന്ന്. അതേപോലെ രേണു ഒച്ചത്തിൽ കടന്ന് പറയുമ്പം അനുമോള് വന്ന് ചോദിക്കുന്നുണ്ട്, തലവേദനയുള്ള ആൾക്ക് ഇത്ര ഒച്ചത്തിൽ സംസാരിക്കാൻ പറ്റുമെന്ന്. അതേസമയം ഈ ഷാനവാസിനും തലവേദനയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാനവാസും അവിടെ കിടന്ന് ക്യാപ്റ്റനോട് ഒച്ചത്തിൽ അവിടെ കിടന്ന് വഴക്കുണ്ടാക്കുന്നുണ്ട്. അപ്പം തലവേദനയുള്ള ആൾ ഒച്ചത്തിൽ സംസാരിക്കത്തില്ല അല്ലെങ്കിൽ മിണ്ടാതിരിക്കണം അങ്ങനെയൊന്നുമല്ല. ഇത് നമ്മുടെ വീടല്ലല്ലോ, ഈ ഒരു ബിഗ് ബോസ് ഷോയിൽ ഒരു ഗെയിം കളിക്കാനാണല്ലോ വന്നത്. അപ്പം ആ സമയത്ത് നമ്മൾ തളർന്നിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിലും, നമ്മൾ ഏതൊരു സിറ്റുവേഷനിലാണെങ്കിലും നമ്മൾക്കെതിരെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ തിരിച്ച് നിന്ന് സംസാരിക്കാൻ ഒരു കേപ്പബിലിറ്റി വേണമല്ലോ. എന്താണെങ്കിലും രേണുസുതി മിണ്ടാതിരുന്നിട്ടില്ല. അവർ പറഞ്ഞതിനെല്ലാം നല്ല രീതിയിൽ തിരിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാവരും കൂടി കിടന്നിട്ട് രേണുസുതിക്കെതിരെ ഇങ്ങനെ ഒച്ചയിട്ടപ്പോൾ എനിക്ക് തോന്നിയത് ഓൾറെഡി പുറത്ത് രേണുസുതിക്ക് നെഗറ്റീവാണ് എന്നുള്ളത് ഇവർക്ക് എല്ലാവർക്കും അറിയാം. അപ്പം അതുകൊണ്ട് തന്നെ രേണുസുതിൻ്റെ അടുത്ത് കുറച്ചും കൂടി ഇതേപോലെ ദേഷ്യപ്പെട്ട് ഒച്ചയെടുത്ത് നടന്നിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് ഈ ഒച്ച എടുക്കുന്നവർക്ക് കുറച്ച് കൂടുതൽ സപ്പോർട്ട് കിട്ടും എന്നുള്ള മിഥ്യാധാരണയാണോ ഇതെന്ന് ആണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെയൊന്നും പോയിട്ടുണ്ടെങ്കിൽ വോട്ടൊന്നും കിട്ടാനൊന്നും പോകുന്നില്ല. ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ സ്വന്തമായി ായിട്ടുള്ള ഗെയിം എന്താണോ അത് കളിച്ചിട്ടുണ്ടെങ്കിൽ കിട്ടും. അല്ലാതെ ഒരാളെ തന്നെ ടാർഗറ്റ് ചെയ്ത് പുറകെ നടന്ന് ഇതേപോലെ അലറി വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആരുടെ വോട്ടാണ് കിട്ടുന്നത്, എന്താണ് ആ ഒരു വ്യക്തി ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. പിന്നെ രേണുസുതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനപ്പുറം കേട്ടിട്ടാണ് രേണുസുതി അകത്തേക്ക് വന്നിരിക്കുന്നത്. അതായത് ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് മാത്രം ബിഗ് ബോസ് വരെ എത്തിയിരിക്കുന്ന ഒരു താരമാണ് രേണുസുതി. അപ്പോൾ രേണുസുതിക്ക് അറിയാം ഇതൊക്കെ എങ്ങനെ ഡീല് ചെയ്യണം, പുറത്ത് എന്തായിരിക്കും ഇത്, ഈ ഒരു കാര്യം കൊണ്ട് പുറത്ത് എന്തായിരിക്കും സംഭവിക്കുന്നതെന്നൊക്കെ ഏകദേശം ഒരു ധാരണ ഈ രേണുസുതിക്ക് എന്താണെങ്കിലും ഉണ്ടാകും. അപ്പം എന്താണെങ്കിലും ഇത്രയധികം പ്രശ്നങ്ങൾ നടന്നിട്ടും ഇതൊന്നും തന്നെ ബാധിക്കില്ല. രേണു ഫയറാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കിടിലൻ ഡയലോഗൊക്കെ രേണു കാച്ചുന്നുണ്ട്. അപ്പം എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എങ്ങനെ നിൽക്കണം എങ്ങനെ നിൽക്കരുത് എന്നൊക്കെ രേണുവിന് നന്നായിട്ട് അറിയാമെന്ന് തോന്നുന്നു. പക്ഷേ ഇതൊക്കെ എന്തൊക്കെ അറിഞ്ഞിട്ടും കാര്യമില്ല, പുറത്ത് പ്രേക്ഷകരുടെ സപ്പോർട്ടില്ലാതെ ആർക്കും അവിടെ മുന്നോട്ട് പോകാനും പറ്റത്തില്ല. അപ്പോൾ മനസ്സിലായില്ലേ, രേണുവിന് നല്ല അടാറ് കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇത് ഫയർ ആണോ അതോ ഫ്ലവർ ആണോ എന്നുള്ളത്.